ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു പരമപ്രധാനമായ ഘട്ടമാണ് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത്. പലപ്പോഴും സ്ത്രീയും പുരുഷനും തമ്മിലുള്ളതായ ബന്ധം അത് ദൈവഹിതമാണോ, ആ ബന്ധത്തിൽ തുടരണമോ, ഇത് എങ്ങനെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും എന്നിത്യാദി ഉള്ളതായ ചിന്തകൾ ഒരുപക്ഷെ യൗവനക്കാരെ ഭരിക്കുവാൻ ഇടയുണ്ട്. എന്നാൽ ദൈവവചനം നൽകുന്നതായ ചില തെളിവുകൾ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അതിനായി തയ്യാറെടുക്കുന്നതായ വ്യക്തികളോടും പങ്കുവെക്കുവാൻ ഇന്ന് പകൽക്കാലം ഞാൻ താല്പര്യപ്പെടുകയാണ്. അതിലൂടെ നാം മനസ്സിലാക്കേണ്ടത് സ്ത്രീ പുരുഷനുമായിട്ടുള്ളതായ ബന്ധം ദൈവഹിതമായ രീതിയിൽ എങ്ങനെ തുടരാം എന്നുള്ളതാണ്. ഒന്നാമതായിട്ട് ദൈവവചനവുമായി ബന്ധമുള്ള വ്യക്തികളുമായിട്ടുള്ള ബന്ധം തുടരുവാനായിട്ട് ശ്രമിക്കണം. ദൈവവചനവുമായി യാതൊരു ബന്ധവുമില്ലാത്ത വ്യക്തികളുമായിട്ടുള്ളതായ വിവാഹ ബന്ധം അത് പലപ്പോഴും പരാജയങ്ങളിൽ ആവിർഭവിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. ദൈവവചനത്തിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതായ ഒരു കാര്യം അതേ രീതിയിൽ ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധം തുടരുവാനായിട്ട് ശ്രമിക്കണം. അതുമാത്രമല്ല, രണ്ടുപേരും ആത്മീകമായ അല്ലെങ്കിൽ ആത്മാവിൻ്റെ ഫലങ്ങൾ ഉള്ളവരായിരിക്കണം. വേറൊരു കാര്യമെന്ന് പറയുന്നത് ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം നിറവേറ്റേണ്ട കാര്യങ്ങൾ ഫലപ്രദമായി നിറവേറ്റുവാൻ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രാപ്തിയുള്ളവരായിരിക്കണം എന്നുള്ളതാണ്. താൽക്കാലികമായ ശാരീരികമായ താൽപ്പര്യങ്ങൾക്കും ചിന്താഗതികൾക്കും അനുസൃതമായി തീരുമാനങ്ങൾ എടുക്കുകയോ വിവാഹബന്ധത്തിൽ ഏർപ്പെടുകയോ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ അത് പിന്നീടുള്ള ജീവിതത്തിൽ പ്രശ്നങ്ങൾ കൊണ്ടുവരുവാൻ ഇടയാകും എന്ന് നാം മനസ്സിലാക്കുക. രണ്ടാമത്തെ ഒരു കാരണം, ദൈവം നിങ്ങൾക്ക് നിർദ്ദേശം നൽകാത്ത വ്യക്തിയെ ജീവിത പങ്കാളിയായി സ്വീകരിക്കരുത് അല്ലെങ്കിൽ തിരഞ്ഞെടുക്കരുത് എന്നുള്ളതാണ്. നാം നേരത്തെ പറഞ്ഞതായ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനമുള്ളതായ കാര്യങ്ങൾ ഒരു വ്യക്തിയിൽ കണ്ടാലും ഒരു പക്ഷേ ദൈവാത്മാവ് നിങ്ങൾക്ക് നിർദ്ദേശം നൽകുന്നില്ല എങ്കിൽ നിങ്ങൾ ആ ബന്ധം തുടരുന്നത് കൊണ്ട് യാതൊരു അർത്ഥമില്ല. അത് അങ്ങനെ ആ ബന്ധം തുടർന്നാൽ അതൊരു പക്ഷേ നിങ്ങൾക്ക് ശരിയായ തീരണമെന്നില്ല. അതായത് ഒരു വ്യക്തി ദൈവവചനത്തിൽ വിശ്വാസി തന്നെയാണെങ്കിലും ഒരു പക്ഷേ ആ ബന്ധം നിങ്ങൾക്ക് ശരിയാകത്തില്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ആ ഗൈഡൻസ് നൽകാതെ ഇരിക്കും. ഒരു പക്ഷേ ആ വ്യക്തികൾ ചില ദൈവവചനത്തിൻ്റെ അടിസ്ഥാനങ്ങൾ കണ്ടിരിക്കാമെങ്കിലും അവരും നിങ്ങളും യാത്ര ചെയ്യുന്ന വഴികൾ രണ്ട് വ്യത്യസ്ത വഴികളായിരിക്കും. അതായത് അവർ അവരുടെ വഴിക്കും നിങ്ങൾ നിങ്ങളുടെ വഴിക്കുമായിരിക്കും. ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ പലരും പലപ്പോഴും പരാജയപ്പെടുന്നതായിട്ട് കാണാറുണ്ട്. കാരണം ദൈവം നൽകുന്നതായ താക്കീതുകൾ മറികടന്നുള്ളതായ തീരുമാനങ്ങൾ വരുംകാല ജീവിതത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുകയും വിവാഹ ജീവിതത്തിൽ എടുത്തതായ തീരുമാനം പലപ്പോഴും തെറ്റായിപ്പോയി എന്നുള്ളതായ ചിന്ത വ്യക്തികളെ ഭരിക്കുവാനായിട്ടിടയായിത്തീരും. അതുകൊണ്ട് ഒരു കാര്യം നാം മനസ്സിലാക്കുക, വിവാഹ ജീവിതത്തിനെ കുറിച്ച് എടുക്കുന്നതായ തീരുമാനങ്ങൾ അതിലൊത്തിരി അനേകം കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ആ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധേയമായ തീരുമാനമെടുക്കേണ്ടതിനായിട്ടാണ് വ്യക്തി ജീവിതങ്ങൾ ശ്രമിക്കേണ്ടത്. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം വ്യക്തികളെ കണ്ടാലും ദൈവത്തിൽ നിന്ന് ഈ ബന്ധം ദൈവഹിതമാകുന്നുവോ എന്ന് വിലയിരുത്തേണ്ടത് വളരെ ആവശ്യമാണ്. യാക്കോബ് അപ്പോസ്തലൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണം ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുന്നവനോ കേട്ടു മറക്കുന്നവനല്ല, പ്രവൃത്തി ചെയ്യുന്നവനായി താൻ
ചെയ്യുന്നതിൽ ഭാഗ്യവാൻ ആകും എന്നുള്ളതാണ് ദൈവവചനത്തിൻ്റെ ഉപദേശം. നിങ്ങൾ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിലും നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ ദൈവത്തിൽ നിന്ന് വളരെ വലിയതായ അടയാളങ്ങളോ അതിന് മറ്റിതര തരത്തിലുള്ളതായ കൺഫർമേഷനോ ലഭിക്കണമെന്നില്ല. എപ്പോഴും നാം മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം, വ്യക്തിബന്ധങ്ങൾ എന്ന് പറയുന്നത് തികച്ചും വ്യക്തിപരമാണ്. അങ്ങനെ നിങ്ങൾക്ക് അടയാളങ്ങൾ ലഭിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവവുമായിട്ട് നിങ്ങൾക്ക് ബന്ധമില്ല എന്നുള്ളതല്ല. മറിച്ച് നാം ദൈവത്തോട് അതേ വിഷയങ്ങൾ സംസാരിക്കുക തന്നെ, അവതരിപ്പിക്കുക തന്നെ വേണം. പക്ഷേ അങ്ങനെ നിങ്ങളുടെ വ്യക്തിപരമായ വിഷയങ്ങൾക്ക് പെട്ടെന്നൊരു മറുപടി ലഭിക്കണം എന്നില്ല എന്നുള്ളത് നാം എപ്പോഴും മനസ്സിൽ വെക്കേണ്ടത് ആവശ്യമാണ്. മൂന്നാമതായിട്ട്, ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ആ വ്യക്തിക്ക് എന്തു തോന്നുന്നു എന്ന് നിങ്ങൾക്കറിയുവാൻ ഒരാഗ്രഹം തോന്നുന്നു എങ്കിൽ ആ ബന്ധം തുടരുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല എന്ന് പറയുവാനായിട്ട് കഴിയും. അനേകരുടെ ജീവിതത്തിൽ അവർ ചെയ്യുന്ന ഒരു തെറ്റുണ്ട്. എന്താണെന്നറിയാമോ? ഒരു ബന്ധം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഭാവിയിൽ ഈ ബന്ധം എങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ ഈ ബന്ധത്തിൽ എന്ത് സംഭവിക്കും, ശരിക്കും ആ വ്യക്തി എന്നെ ഇഷ്ടപ്പെടുമോ എന്നിത്യാദിയുള്ളതായ കാര്യങ്ങൾ ഒരു ബന്ധം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ പ്രാർത്ഥനാ രൂപത്തിൽ ദൈവത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്, പറയുന്നതായിട്ട് നാം പലപ്പോഴും കാണാറുണ്ട്. ഇത് സാധാരണമായിട്ട് വ്യക്തിജീവിതങ്ങളിൽ സംഭവിക്കുന്നതായ ഒരു കാര്യമാണ്. കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യം ഇപ്രകാരമാണ് പറയുന്നത്: ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്തു ചെയ്താലും എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യുവീൻ എന്നാണ് ദൈവവചനം ഉപദേശിക്കുന്നത്. കാരണം ഇതുപോലെയുള്ളതായ വിഷയങ്ങൾ ദൈവവുമായിട്ട് ദൈവസന്നിധിയിൽ പങ്കുവച്ച് അതിന് മറുപടി ലഭിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടെ നാം പ്രാർത്ഥിക്കുവാറുണ്ട്. ഇവിടെ നിന്ന് നാം മനസ്സിലാക്കേണ്ടതായ ഒരു സംഗതി ഇതാണ്, ഒരു കാര്യം ഇതാണ്: ദൈവം ഒരിക്കലും മനുഷ്യനെ ഒരു യന്ത്ര മനുഷ്യനായിട്ട്, ഒരു റോബോട്ടിക് മിഷ്യനായിട്ടല്ല സൃഷ്ടിച്ചത്. ദൈവം നമുക്ക് തീരുമാനമെടുക്കുവാനും ആ തീരുമാനങ്ങൾ നടപ്പാക്കുവാനും കഴിവുള്ള വ്യക്തികളായിട്ടാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. അതായത് നമുക്ക് തിരഞ്ഞെടുക്കുവാനുള്ള അവകാശത്തോടു കൂടെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതെന്ന് നാം മനസ്സിലാക്കുക. അതുകൊണ്ട് അങ്ങനെയുള്ളതായ വിചാരങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ദൈവവുമായിട്ട് പങ്കുവെക്കുമ്പോൾ തന്നെ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം, നമ്മുടെ വ്യക്തിപരമായ തിരഞ്ഞെടുപ്പുകൾ, അതിനൂടെ നാം പ്രാധാന്യം കൊടുത്ത് ദൈവം നമുക്ക് തിരഞ്ഞെടുക്കുവാനും ആ തീരുമാനങ്ങൾ എടുക്കുവാനും അത് ഫലപ്രാപ്തിയിൽ നടത്തുവാനുമുള്ളതായ കഴിവ് ദൈവം തന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മറന്നു പോകരുത്. നാലാമതായിട്ടുള്ള വേറൊരു കാരണം ഇതാണ്: ദാമ്പത്തികമായി കൂട്ടിച്ചേർക്കുന്നതായ വ്യക്തിക്ക് ഈ പറയപ്പെടുന്നതായ ചില ഗുണങ്ങൾ ഉണ്ടാകണം എന്നുള്ള യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. അതായത്, ഒന്നാമതായിട്ട് അവർ ശരിയായ തരത്തിലുള്ളതായ വ്യക്തികളായിരിക്കണം. എഫെസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധയോടുകൂടെ മനസ്സിലാക്കുന്നത് ഏറ്റവും ഉചിതമാണ്. അപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: എങ്ങനെയാണ് ശരിയായ ഒരു വ്യക്തിയെ, അല്ലെങ്കിൽ എനിക്ക് തക്കയോഗ്യമായ ഒരു വ്യക്തിയെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് എന്ന് പലപ്പോഴും പല വ്യക്തികളും ചോദിക്കാറുണ്ട്. ഒന്ന്, നാം മനസ്സിലാക്കേണ്ടത്, ദൈവവചനം പറയുന്നത് ഈ ലോകത്തിൽ 2 തരത്തിലുള്ളതായ വ്യക്തിജീവിതങ്ങളുണ്ട് എന്നുള്ളതാണ്. 2 തരത്തിലുള്ള ആൾക്കാർ ഉണ്ട് എന്നുള്ളതാണ്. ഒന്ന്, ദൈവത്തെ സ്നേഹിക്കുന്നവരും
രണ്ട്, ലോകത്തെ സ്നേഹിക്കുന്നവരുമാണ്. അതായത് നാം മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം, ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും ശരിയായ സമയങ്ങളിൽ ശരിയായ പക്വതയുള്ള വ്യക്തികളായിരിക്കണം എന്നുള്ളതാണ്. അതായത് ശരിയായ സമയം പക്വതയുള്ളതായ വ്യക്തികൾ ആയിരിക്കണം. അതിൻ്റെ അർത്ഥം ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കടക്കുന്നവർ പക്വതയില്ലാത്തവരായിരിക്കും, വിശ്വാസമില്ലാത്തവരായിരിക്കുമെന്നോ അല്ലെങ്കിൽ പ്രാപ്തിയില്ലാത്തവരോ പ്രായമില്ലാത്തവരോ ആയിരിക്കുമെന്നും ചിന്തിക്കേണ്ടതായ കാര്യമില്ല. എന്തുകൊണ്ടെന്നാൽ നാം മനസ്സിലാക്കേണ്ടത് ശരിയായ സമയം ശരിയായ രീതിയിലുള്ളതായ വ്യക്തികൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ദാമ്പത്തിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ യോഗ്യതയുള്ളവരാണോ എന്ന് വീണ്ടും ജനിച്ചതായ വ്യക്തി ജീവിതങ്ങൾ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുക എന്നുള്ളത് മാത്രമാണ്. അവസാനമായി വേറൊരു കാരണം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കാം. നിങ്ങൾ ആ വ്യക്തികളുമായിട്ടുള്ളതായ ബന്ധം തുടരുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവം അത് അനുവദിക്കും. അതായത് നിങ്ങൾ ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധം തുടരുവാൻ നിങ്ങൾ തന്നെ ആഗ്രഹിക്കുകയാണെങ്കിൽ ദൈവം അതിന് അനുവദിക്കും എന്നുള്ളതായ ഒരു യാഥാർത്ഥ്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. പലപ്പോഴും ക്രിസ്ത്യാനികൾ നാം മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. ബന്ധങ്ങൾ എന്ന് പറയുന്നത് വ്യക്തിപരമാണ് എന്നുള്ള കാര്യം നാം മനസ്സിലാക്കുക. ബന്ധങ്ങൾ എപ്പോഴും വ്യക്തിപരമാണ്. അതായത് നിങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ, നിങ്ങളുടെ ഇഷ്ടത്തെ അവഗണിക്കുന്ന ഒരു ദൈവത്തെ അല്ല ഞാനും നിങ്ങളും സേവിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത്. മറിച്ച് നിങ്ങളുടെ താല്പര്യം അതാണെങ്കിൽ അതുപോലെ നിങ്ങളെ അനുവദിക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നതെന്ന് മനസ്സിലാക്കുക. സദൃശവാക്യങ്ങളുടെ പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഭാര്യയെ കിട്ടുന്നവന് നന്മ കിട്ടുന്നു, യഹോവയുടെ പ്രസാദം ലഭിച്ചിരിക്കുന്നു എന്ന്.